അശ്വതി, ഇവിടുത്തെ ഈ തെരഞ്ഞെടുപ്പിൽ നേരത്തെ നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ പലവട്ടം പറഞ്ഞതുപോലെ യഥാർത്ഥത്തിലുള്ള തെരഞ്ഞെടുപ്പ് UDF-ഉം LDF-ഉം തമ്മിലാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഞാൻ തന്നെ ഈ പ്ലാറ്റ്ഫോമിൽ പറഞ്ഞ ഒരു വാക്ക് ആവർത്തിക്കുന്നതിനോട് ക്ഷമിക്കണം. അൻവറെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പൊളിറ്റിക്കൽ സൂയിസൈഡാണ്. അദ്ദേഹം ഒരു ഫാക്ടറാകും എന്ന് എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല. സാമാന്യമായി രാഷ്ട്രീയ ബോധമുള്ളവരാരും തന്നെ PV അൻവർ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിൽ ഒരു ഘടകമാകും എന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. കാരണം അദ്ദേഹത്തിന് വ്യക്തിപരമായി നേടാവുന്ന കുറെ വോട്ടുകളുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അത് അദ്ദേഹത്തിന് എപ്പോഴും കിട്ടുന്നതാണ്, ഇപ്പോഴും കിട്ടും. എന്നാൽ രാഷ്ട്രീയമായി ഈ തെരഞ്ഞെടുപ്പിനെ കാണുമ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ ഉള്ള തെരഞ്ഞെടുപ്പ് അശ്വതി LDF-ഉം UDF-ഉം തമ്മിലാണ് എന്നത് വളരെ വ്യക്തമാണ്. ഇവിടെ ഈ നാലാമത്തെ ഒരു സ്ഥാനാർത്ഥി കൊണ്ട് നമ്മൾ അദ്ദേഹത്തെയും പരാമർശിക്കാതെ പോകുന്നത് ശരിയല്ല. BJP-യുടെ സ്ഥാനാർത്ഥി. ആ BJP-യെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം എങ്ങനെയാണ് അദ്ദേഹം സ്ഥാനാർത്ഥി ആയതെന്നും ആദ്യം അവരുടെ നിലപാട് എന്തായിരുന്നു. അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാനിപ്പോ പോകുന്നില്ല. BJP-യെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുഖം രക്ഷിക്കുക എന്നത് മാത്രമേ ഉള്ളൂ. കാരണം 2021 തെരഞ്ഞെടുപ്പിൽ അവർക്ക് 8595 വോട്ടാണ് കിട്ടിയത്. അപ്പോൾ ഏതാണ്ട് 8095 കൂടെ ഒരു വോട്ട് കൂടെ കൂടുതൽ കിട്ടിയാൽ അവർക്ക് പറയാൻ ഞങ്ങളുടെ സ്വാധീനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അവരെ സംബന്ധിച്ച് ഈ 8595 നിന്നും താഴോട്ട് പോകുന്നതിൽ മാത്രമേ ഉള്ളൂ അവർക്ക് പ്രതിസന്ധി. അതുകൊണ്ട് അതെങ്കിലും നിലനിർത്താനുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഒരു പ്രവർത്തനം എന്നതിനെ കവിഞ്ഞ് ആ BJP സ്ഥാനാർത്ഥിയെ കാണേണ്ടതില്ല. പിന്നെ ഇപ്പോൾ അശ്വതി ചോദിച്ചത് അൻവറിനെ കുറിച്ചാണല്ലോ ചർച്ച. ഒരളവ് വരെ അൻവറെ പിടിക്കാൻ പോകുന്ന വോട്ടുകൾ നമുക്ക് വളരെ കൃത്യമായി LDF-ന്റെ വോട്ടായിരിക്കും, UDF-ന്റെ വോട്ടായിരിക്കും എന്നൊന്നും പറയാനായി സാധ്യമല്ല. അതല്ലേ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ ആ മണ്ഡലത്തിലെ വ്യക്തിപരമായ സ്വാധീനം കഴിഞ്ഞ 9 വർഷമായി അദ്ദേഹം അവിടെ ജനപ്രതിനിധിയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ആ തരത്തിലുള്ള സൗഹൃദ ബന്ധങ്ങളുണ്ട്, വ്യക്തിപരമായിട്ടുള്ള മറ്റ് ബന്ധങ്ങളുണ്ട്. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ അദ്ദേഹം കുറെ വോട്ടുകൾ പിടിക്കും. അത് LDF-നെയും UDF-നെയും ഒരു തരത്തിൽ ബാധിക്കുന്ന വോട്ടുകളായിരിക്കും എന്ന് വേണം കരുതാൻ. അല്ലാതെ LDF-ന് കിട്ടുന്ന വോട്ടുകളെല്ലാമാണ് അദ്ദേഹം കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ UDF-ന് കിട്ടേണ്ട വോട്ടുകളാണ് അദ്ദേഹം കൊണ്ടുപോകുന്നത് എന്ന് പറയുന്ന ഒരു സമവാക്യം രാഷ്ട്രീയമായി ശരിയാണ് എന്നൊരു അഭിപ്രായം എനിക്കില്ല. അതുകൊണ്ട് എങ്ങനെ പോയാൽ തന്നെയും ഈ അൻവർ കഴിഞ്ഞ പ്രാവശ്യം നമുക്കറിയാമല്ലോ LDF-ന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി ആയിട്ട് തന്നെ അദ്ദേഹത്തിന് 2700 വോട്ടിന്റെ കേവല ഭൂരിപക്ഷത്തിലാണ് 2021 തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വിജയിച്ചത്. അതിന്റെ കൂട്ടത്തിൽ ഒരു ചെറിയ പശ്ചാത്തലങ്ങൾ നോക്കണം. 2016 അദ്ദേഹം ആദ്യമായി ഇടതുപക്ഷ മുന്നണി സ്വതന്ത്രനായി മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ ഭൂരിപക്ഷം 11,504 വോട്ടുകളായിരുന്നു. അപ്പോൾ ഈ 5 വർഷം മണ്ഡലത്തിൽ പ്രവർത്തിച്ചപ്പോൾ ആ പ്രവർത്തനം എങ്ങനെ ജനങ്ങൾ സ്വീകരിച്ചു എന്നതിന്റെ ഒരു സൂചകമായി കൂടി രണ്ടാമത്തെ ഭൂരിപക്ഷത്തിലുള്ള കുറവ് കാണണം. കാരണം അദ്ദേഹം മണ്ഡലത്തിലൊന്നും കാര്യമായിട്ട് അങ്ങനെയൊന്നും പ്രവർത്തിച്ചിട്ടില്ല എന്ന് അവർ തന്നെ അവരുടെ രണ്ടാം ഘട്ടത്തെ വോട്ടിങ്ങിലൂടെ അവർ തെളിയിച്ചല്ലോ. 11,504 ഭൂരിപക്ഷത്തിൽ ജയിച്ച ഒരു MLA അതേ മണ്ഡലത്തിൽ വീണ്ടും മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം 2,700 കുറയുമ്പോൾ അതിനകത്ത് നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം അദ്ദേഹം ഇവിടെ നിയമസഭാ സമ്മേളനം നടക്കുമ്പോഴൊക്കെ അദ്ദേഹം ആഫ്രിക്കയിൽ വജ്രമുണ്ടോ എന്ന് മണ്ണ് കുഴിച്ചു നോക്കാനൊക്കെ പോയ കഥകളൊക്കെ, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ അമ്യൂസ്മെന്റ് പാർക്കുമായിട്ടുണ്ടായ വിവാദങ്ങൾ, അതൊക്കെ ആ മണ്ഡലത്തിന്റെ വളർച്ചയ്ക്ക് എത്രമാത്രം സഹായിച്ചു അല്ലെങ്കിൽ ദോഷകരമായി അത് ബാധിച്ചു എന്നുള്ളതൊക്കെ തിരിച്ചറിവുള്ള വോട്ടർമാരാണ് അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം ഗണ്യമായി 4-1 കുറച്ചത് എന്ന് കാണണം. ഇപ്പോൾ അദ്ദേഹം നിൽക്കുന്നത് 2 മുന്നണിയിൽ നിന്നും മാറി നിൽക്കുകയാണല്ലോ. അദ്ദേഹത്തിന് അപ്പൊ എവിടെ നിന്നാണ് ഈ വോട്ട് കിട്ടാൻ പോകുന്നത്? അതുകൊണ്ട് ഞാൻ പറയാൻ ശ്രമിക്കുന്നത് അൻവർ പിടിക്കുന്നതായിട്ടുള്ള വോട്ടുകൾ കൊണ്ടൊന്നും അവിടുത്തെ 2 മുന്നണികളുടെയും വിജയ സാധ്യതകളെ അതുകൊണ്ട് തടയാനോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും കോട്ടം വരുത്താനോ സാധിക്കില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് തുടക്കത്തിൽ ഞാൻ പറഞ്ഞത് അൻവർ ഫാക്ടർ നിലമ്പൂരെ ഇലക്ഷനിൽ ഒരു വളരെ പ്രധാനമായിട്ടുള്ള ഒരു ഘടകമല്ല. ഞാൻ ആവർത്തിച്ച് പറയുന്നു, ആ തെരഞ്ഞെടുപ്പ് നിലമ്പൂരിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് അശ്വതി സൂചിപ്പിച്ചതുപോലെ വളരെ വാശിയേറിയ ഒരു തെരഞ്ഞെടുപ്പാണ്. 48 മണിക്കൂറേ ഇനി വോട്ടിങ്ങിന് ബാക്കിയുള്ളൂ. അത് യഥാർത്ഥത്തിലുള്ള ഒരു പൊളിറ്റിക്കൽ ഫൈറ്റാണ്. LDF-ഉം UDF-ഉം തമ്മിലുള്ള പൊളിറ്റിക്കൽ ഫൈറ്റ് തന്നെയാണ് ഈ നടക്കുന്നത് എന്ന കാര്യത്തിലും നമുക്ക് ആർക്കും അധികം സംശയിക്കേണ്ടതില്ല. ഇവിടെ രാഷ്ട്രീയ മത്സരം നടക്കുമ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ 2 മുന്നണികളും മുന്നോട്ട് വയ്ക്കുന്നത്? LDF-നെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ഭരണ തുടർച്ച കിട്ടുന്നതിന്റെ സൂചനയായി അവർ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ കാണും എന്നൊക്കെയാണ് നേതാക്കന്മാർ പറയുന്നത്.
അതിന്റെ ഒരു മറുവശം കൂടെ കാണണം. അതേസമയം ഈ LDFന് പരാജയം വരികയും UDF അവരുടെ സീറ്റ് പണ്ടുണ്ടായിരുന്ന സീറ്റ് തിരിച്ചു പിടിക്കുകയും ചെയ്യുമ്പോൾ അതിന്റെ നേരെ വിപരീത ഫലമാണ് രാഷ്ട്രീയ രംഗത്തുണ്ടാക്കാൻ പോകുന്നത്. കാരണം LDF ഇനിയും വരാൻ പോകുന്ന 2026 തെരഞ്ഞെടുപ്പിൽ എങ്ങനെയായിരിക്കും നിലമ്പൂരെ ജനങ്ങളും അതുപോലെ കേരളത്തിലെ വോട്ടർമാരും പ്രതികരിക്കാൻ പോകുന്നത് എന്നതിന്റെ ഒരടയാളം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് എന്നതുകൊണ്ട് രണ്ട് മുന്നണികളെ സംബന്ധിച്ചും അതിന്റെ പ്രാധാന്യത്തിന്റെ കാര്യത്തിൽ ഒരു കുറവില്ല. അതുകൊണ്ടാണ് രാഷ്ട്രീയ മത്സരം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ഭരണ വിരുദ്ധ വികാരം എന്ന് പറയുന്ന അതിശക്തമായ തുറുപ്പ് ചിട്ടിറക്കിയാണ് UDF ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പങ്കെടുത്തുകൊണ്ടിരുന്നത്. അതാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം. അതിനിടയ്ക്കുണ്ടായ ഈ പറയുന്ന ജമാഅത്ത് ഇസ്ലാമി PDP ബന്ധങ്ങളൊക്കെ അവിടെ ഇരിക്കട്ടെ, അതൊക്കെ ഒരുപാട് ചർച്ച ചെയ്തുകൊണ്ട് ഞാനത് ആവർത്തിക്കാൻ ശ്രമിക്കുന്നില്ല. ഇവിടെ അതിശക്തമായ അശ്വതി ഒരു കാര്യം ഞാൻ ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. കേരളത്തിലെമ്പാടും അതിശക്തമായിട്ടുള്ള ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് എല്ലാവരും ഒരുപോലെ സമ്മതിക്കുന്നുണ്ട്. ആന്റി ഇൻകംബൻസി ഫാക്ടർ എന്ന് പറയുന്നത് വളരെ ശക്തമാണ്. അതുകൊണ്ട് ഈ നിർണായകമായിട്ടുള്ള ഇത്തരം തെരഞ്ഞെടുപ്പുകളിൽ അതിനെക്കുറിച്ച് ബോധമുള്ള വോട്ടർമാരുണ്ട്. നമ്മളെപ്പോഴും പറയാറുണ്ടല്ലോ, ഒരു മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പിലും പാർട്ടി ആളുകളുടെ അനുഭാവികളുടെ വോട്ട് കൊണ്ട് മാത്രം ഒരു സ്ഥാനാർത്ഥിയും ജയിക്കില്ല. CPMന്റെ വോട്ടുകൾ കൊണ്ടോ അല്ലെങ്കിൽ LDFന്റെ വോട്ടുകൾ കൊണ്ടോ മാത്രം LDF സ്ഥാനാർത്ഥി ജയിക്കില്ല. UDF മുന്നണിയിലുള്ള ആളുകളുടെ പാർട്ടികളുടെ അണികൾ കൊണ്ട് മാത്രം ജയിക്കില്ല. ഇവിടെ നിഷ്പക്ഷമായി ചിന്തിക്കുന്ന നല്ലൊരു വിഭാഗം ആളുകളുണ്ട്. അവര് ഒരു ഭരണത്തെ വിലയിരുത്തുന്ന ഒരു സന്ദർഭമായി തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. നിലമ്പൂരെ ജനത ഏതാണ്ട് ആർക്ക് വോട്ട് ചെയ്യണം എന്ന് തീരുമാനമെടുത്തു കഴിഞ്ഞു എന്നാണ് അവരുടെ ശരീരഭാഷയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായി കഴിയുന്നത്. അതുകൊണ്ട് ഭരണവിരുദ്ധ വികാരം വളരെ ശക്തമായതുകൊണ്ട് LDFന് ഒരു കനത്ത തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യതകളാണ് നമ്മൾ മുന്നിൽ കാണുന്നത്. UDFനെ സംബന്ധിച്ച് അവർ ഈ പ്രാവശ്യം ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മൾ സാധാരണ പറയുന്നത് പോലെ ആദ്യമൊക്കെ ഉണ്ടായിരുന്ന അസ്വസ്ഥതകളെല്ലാം മാറ്റിമറിച്ച് അവര് എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്നു. അവിടെ നിർണായകമായ രണ്ട് പാർട്ടികൾ എന്ന് പറയുന്നത് UDFനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മുസ്ലിം ലീഗുമാണ്. വളരെ ഒരുമയോടെ വളരെ യോജിപ്പോടുകൂടി രണ്ട് പാർട്ടികളും ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ മുൻപന്തിയിൽ ആദ്യം മുതൽ ഒടുക്കം വരെ ഉണ്ട്. ചെറിയ ചെറിയ അഭിപ്രായ ഭിന്നതകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതെല്ലാം അവർ മാറ്റി നേതാക്കന്മാരെല്ലാം ഏകസ്വരത്തിൽ തുടക്കം മുതൽ ഒടുക്കം വരെ ഈ പ്രചരണത്തുണ്ട്. അതോടൊപ്പം തന്നെ എല്ലാ മെഷീനറിയും ഭരണമുള്ള സൗകര്യം ഉപയോഗിച്ചുകൊണ്ട് മന്ത്രിമാർ ഒന്നിനു പുറകെ ഒന്നായി 12ഉം 15ഉം മന്ത്രിമാരാണ് ആ മണ്ഡലത്തിൽ തമ്പടിച്ചിരിക്കുന്നത്. ഞാനും അശ്വതിയും കൊടുക്കുന്ന നികുതി പണം ഉപയോഗിച്ചുകൊണ്ട് കൊടിവെച്ച കാറിൽ സഞ്ചരിച്ചുകൊണ്ടാണ് തിരുവനന്തപുരത്ത് നിന്ന്. ഇപ്പൊ തിരുവനന്തപുരത്ത് ഭരണമൊന്നും നടക്കുന്നില്ല. ഭരണസ്ഥിരാ കേന്ദ്രം മുഴുവൻ സ്തംഭിച്ചിരിക്കുകയാണ്. കാരണം മന്ത്രിമാര് മുഴുവൻ നിലമ്പൂരാണ്. അതൊക്കെ സാധാരണ ജനങ്ങളോട് കാണിക്കുന്ന ഒരിക്കലും കാണിക്കാൻ പാടില്ലാത്തതാണ്. ഒരു ജനാധിപത്യ സമ്പ്രദായത്തിൽ ഒരു മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിന് വേണ്ടി മന്ത്രിമാർ മുഴുവൻ അവിടെ പോയി തമ്പടിച്ചിരിക്കുക എന്ന് പറയുന്നത് ധാർമ്മികമായി രാഷ്ട്രീയമായ ധാർമ്മികതയില്ലായ്മ നടന്നുകൂടി സന്ദർഭത്തിൽ പറയാതിരിക്കാൻ നിവർത്തിയില്ല. അത് സൂചിപ്പിക്കുന്നത് എന്താണ്? അവർ ജീവൻ മരണ പോരാട്ടമാണ്. നമുക്കറിയാമല്ലോ, തൃക്കാക്കര തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ 21 മന്ത്രിമാരും അവിടെ തമ്പടിച്ചാണ് പ്രചാരണം നടത്തിയത്. എന്ത് സംഭവിച്ചു ഒടുവിൽ? അപ്പൊ മന്ത്രിമാര് തമ്പടിക്കുന്നത് ഒരു ഭാഗത്തിരിക്കട്ടെ, അത് അവരുടെ സൗകര്യം ഉപയോഗിച്ചും അവരുടേതായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ അടിസ്ഥാന സൗകര്യങ്ങൾ അവർക്ക് കൂടുതലുണ്ട്. അതുകൊണ്ട് അവർ ചെയ്യട്ടെ. അവരിപ്പോ പാട്ട് പാടുന്നതിനും ഡോക്യുമെന്ററി ഇറക്കുന്നതിനും ഒക്കെയുള്ള സമ്പത്തുണ്ട്. അതൊക്കെ അവർ ഉപയോഗിക്കുന്നത് സ്വാഭാവികം, അവരുടെ രാഷ്ട്രീയ പ്രവർത്തനം. ഇവിടെ പറയാനായി ശ്രമിക്കുന്നത് ഭരണവിരുദ്ധ വികാരം ശക്തിയായി ആഞ്ഞടിക്കുകയും ഇവിടുത്തെ തൊഴിലില്ലായ്മ, അതുപോലെ വിലക്കയറ്റം, കഴിഞ്ഞ 10 കൊല്ലത്തെ ഇവരുടെ പ്രകടന പത്രികയിൽ കൊടുത്ത വാഗ്ദാനങ്ങളുടെ എത്ര ശതമാനം അവർ നിറവേറ്റി, അതുപോലെ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ പറയുന്ന റോഡ് തകർച്ച, അത് കേന്ദ്ര ഗവൺമെന്റിന്റെ ആണെന്നൊക്കെ പറഞ്ഞു കഴിയായിരുന്നെങ്കിലും അതിന്റെയൊക്കെ പങ്കാളിത്തം, അതിന്റെ ഉത്തരവാദിത്വം കേരള സർക്കാരിൽ നിന്ന് എടുത്തു മാറ്റാനായി സാധ്യമല്ല. അതുപോലെ തന്നെ ആശുപത്രികളുടെ സ്ഥിതി, ഒരു ആശുപത്രിയിൽ പോലും വേണ്ടത്ര മരുന്നുകളില്ല. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പാവപ്പെട്ട ഹെഡ്മാസ്റ്റർമാരെ തെണ്ടിപ്പിരിച്ചാണ് അവിടെ ഉച്ചക്കഞ്ഞി നടത്തുന്നത്. അതിന്റെ പണം കൊടുത്തിട്ടില്ല. അങ്ങനെ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ, ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ നന്നായി ഈ പ്രാവശ്യം പ്രതിഫലിക്കും. അതുകൊണ്ട് നിലവിലുള്ള ഭരണത്തിനുള്ള വിരുദ്ധമായിട്ടുള്ള ഒരു 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 വോട്ടെടുപ്പായിരിക്കും, അല്ലെങ്കിൽ ഒരു വിധി നിർണയമായിരിക്കും നിലമ്പൂരിൽ നടക്കാൻ പോകുന്നത്.
സാമാന്യം ഭേദപ്പെട്ട ഭൂരിപക്ഷത്തോട്, ഞാനിപ്പോൾ സംഖ്യ ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല, സാമാന്യം ഭേദപ്പെട്ട ഭൂരിപക്ഷത്തോടുകൂടി UDF സ്ഥാനാർത്ഥി നിലമ്പൂരിൽ ജയിക്കുമെന്നാണ് ഇതുവരെ കിട്ടിയിരിക്കുന്നതായിട്ടുള്ള സൂചനകളിൽ നിന്നും അവിടുത്തെ ജനങ്ങളുടെ പൊതുവെയുള്ള പ്രതികരണത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. LDFന് എന്തായാലും ഒരു തിരിച്ചടി ഈ തെരഞ്ഞെടുപ്പിൽ കിട്ടും. അത് 2026 കിട്ടാൻ പോകുന്ന ഇതിനേക്കാൾ വലിയ തിരിച്ചടിയുടെ ഒരു സൂചകം കൂടിയായിരിക്കും എന്നാണ് നാം വിലയിരുത്തേണ്ടത്. തെരഞ്ഞെടുപ്പിൽ LDFന് പരാജയമാണെങ്കിൽ അത് സർക്കാർ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രഹരം തന്നെയായിരിക്കും. കാരണം അവരുടെ സിറ്റിംഗ് സീറ്റാണ്, അത് നഷ്ടപ്പെടുക എന്നത് ഏറ്റവും വലിയൊരു ഘടകം തന്നെയാണ് അവർക്ക്. മറ്റൊരു കാര്യം, UDF ഈ ഒരു മണ്ഡലം ഈ അൻവർ ഇത്തരത്തിൽ എതിർത്ത് നിന്ന് അൻവർ ഒരു സ്ഥാനാർത്ഥിത്വത്തിലേക്ക് പോയിട്ടും UDF വിജയിക്കുകയാണെങ്കിൽ അത് UDFന് കിട്ടുന്ന ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലും UDFന് ലഭിക്കാൻ പോകുന്ന മേൽക്കൈ, VD സതീശൻ എന്ന നേതാവിന് കിട്ടാൻ പോകുന്ന മേൽക്കൈ, അതും എടുത്തു പറയേണ്ടതാണ്. മറ്റൊരു കാര്യം, ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് മുതൽ സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന വന്യജീവി പ്രശ്നം അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടു. പിന്നീട് ഈ പന്നിക്കിണി വിവാദം വന്നപ്പോൾ അത് ഈ തിരഞ്ഞെടുപ്പിനിടയിലും വലിയ വിവാദങ്ങൾ സൃഷ്ടിക്കുകയുണ്ടായി. മാത്രമല്ല, ഈ നമ്മൾ തിരഞ്ഞെടുപ്പിലെ ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ പോലും കൃത്യമായ സാമുദായിക വോട്ടുകൾ ലക്ഷ്യം വെച്ചാണ് സ്ഥാനാർത്ഥികളിലേക്ക് കടന്നത് പോലും. ഈ ഫോർമുലകളൊക്കെ തന്നെ പ്രയോജനം ചെയ്യുമെന്ന് കണക്കാക്കാമോ? അശ്വതിയുടെ നിരീക്ഷണങ്ങൾ ഒന്നാം ഭാഗത്തെയൊക്കെ വളരെ ശരിയാണ്. കാരണം ഇത് നമ്മൾ പറഞ്ഞത് തന്നെയാണ്, ഈ തെരഞ്ഞെടുപ്പിൽ LDFന് പരാജയം ഉണ്ടായാൽ LDFന് ഏൽക്കാൻ പോകുന്ന വലിയ ഒരു തിരിച്ചടിയായിരിക്കും. അതിന്റെ പ്രത്യാഘാതങ്ങൾ 2026 നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും LDFന് ഉണ്ടാകും എന്ന കാര്യത്തെക്കുറിച്ചൊന്നും നമുക്ക് സംശയമില്ല. അതുപോലെ തന്നെ ഇപ്പോൾ അശ്വതി സൂചിപ്പിച്ച പോലെ അവിടുത്തെ പ്രാദേശിക പ്രശ്നങ്ങളുണ്ടല്ലോ, ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ടതാണല്ലോ അവിടുത്തെ വന്യജീവി പ്രശ്നം. ഈ വന്യജീവി പ്രശ്നങ്ങളൊക്കെ ഇന്നലെ ഉണ്ടായതല്ലല്ലോ അശ്വതി. അവിടെ 10 വർഷമായിട്ട് LDFന്റെ MLA ആയിരുന്ന PV അൻവർ LDF സർക്കാർ ഇരുന്ന സമയത്ത് എന്ത് ചെയ്തു എന്നുള്ള ഒരു ചോദ്യം ഇപ്പോഴും അവിടുത്തെ ജനങ്ങൾ ചോദിക്കുന്നില്ലേ? ഈ 10 വർഷം കൊണ്ട് PV അൻവർ എന്ന് പറയുന്ന ജനപ്രിയനായിട്ടുള്ള നേതാവിനെ ഈ പ്രശ്നത്തിൽ എത്രമാത്രം മുന്നോട്ട് പോകാൻ കഴിഞ്ഞു എന്നുള്ള ചോദ്യം ഇപ്പോഴും ഉയർന്നു നിൽക്കുകയാണ്. PV അൻവറിനെ സംബന്ധിച്ചിടത്തോളം സൗകര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഭരണകക്ഷി MLA ആയിരുന്നു. അപ്പോൾ ഭരണത്തിനുള്ള സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ആ പാവപ്പെട്ട കർഷകരുടെ ഈ പറയുന്ന വന്യജീവി ആക്രമണങ്ങൾ ഉണ്ടാകുന്ന ദുരന്തങ്ങളുടെ എനിക്കും അശ്വതിക്കും ഒന്നും സങ്കല്പിക്കാൻ കഴിയാത്തതാണ്. രാത്രിയിൽ സ്വസ്ഥമായി കിടന്നുറങ്ങാൻ കഴിയാത്ത കൊച്ചുകുട്ടികളുടെ അവസ്ഥയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. എപ്പോഴാണ് കാട്ടുപന്നി വരുന്നത്, എപ്പോഴാണ് പുലി ഇറങ്ങുന്നത്, എപ്പോഴാണ് കടുവ ഇറങ്ങുന്നത് എന്നൊക്കെ ഭയന്നുകൊണ്ടാണ് പാവപ്പെട്ട കൊച്ചു കുട്ടികൾ പോലും അവിടെ കിടന്നുറങ്ങുന്നത് എന്നുള്ളത് എത്ര ഭീകരമായിട്ടുള്ള അവസ്ഥയാണ്. അവിടെ ഈ 10 വർഷം കൊണ്ട് PV അൻവർ എന്ന് പറയുന്ന വലിയ ജനപ്രീതി ഉണ്ടെന്ന് അവകാശപ്പെടുന്ന നായകൻ എന്ത് ചെയ്യാൻ കഴിഞ്ഞു? ഒരു പ്രതിപക്ഷ MLA ആയിരുന്നു ഈ 10 വർഷമെങ്കിൽ ആ കാരണം പറയാം. കാരണം സർക്കാരെ വേണ്ട രീതിയിൽ സഹായിച്ചില്ല എന്ന് പറയാം. അശ്വതി തന്നെ പറയൂ, സാമാന്യ ബുദ്ധിയുള്ള ഒരാളുകളെ പറയാമല്ലോ. ഭരണകക്ഷി MLA ആയിട്ട് പോലും ഈ 10 വർഷം കൊണ്ട് അവരുടെ ഏറ്റവും ഗൗരവമായിട്ടുള്ള ഈ വന്യജീവി ആക്രമണ പ്രശ്നത്തിൽ കാര്യമായി ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. അപ്പോൾ അവർക്ക് കിട്ടാൻ പോകുന്ന, അവിടുത്തെ ജനങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും നല്ല അവസരമാണ്. ആ കാര്യത്തിൽ അവർ തീർച്ചയായും പ്രതികരിക്കും. അതുകൊണ്ട് അശ്വതി തന്നെ പറഞ്ഞത് തന്നെ ഞാൻ ആവർത്തിക്കുന്നു, ഈ തെരഞ്ഞെടുപ്പിൽ LDFനുണ്ടാകുന്ന പരാജയം ഈ തെരഞ്ഞെടുപ്പിലെ പരാജയം മാത്രമല്ല, 2025 അവസാന ഭാഗത്ത് നടക്കാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും 2026 ഏപ്രിൽ മെയ് നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും വളരെ കാര്യമായി പ്രതിഫലിക്കും എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് ഈ ഒരു തെരഞ്ഞെടുപ്പ് നമ്മൾ സാധാരണ പറയുന്ന പോലെ ഒരു സെമി ഫൈനൽസ് ആണ്. അത് നിർണായകമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ഒരു പുതിയ ഒരു ചിത്രം രചിക്കുന്നതിന് അല്ലെങ്കിൽ വരയ്ക്കുന്നതിന് ഇത് മുഖാന്തരമാകും എന്ന് തന്നെയാണ് ഇപ്പോഴും കരുതുന്നത്. പൊതുസമൂഹവും ആ ഒരു നിലപാടിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.